ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കേസ് പിൻവലിക്കണം എന്ന ആവശ്യവുമായി മോഹിനിയെ കാണാനായിട്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്താണ് കരുണ. കരുണയെ കാണുമ്പോൾ തന്നെ വേഗം തന്നെ കാറിൻ്റെ സീറ്റിൽ കിടക്കുന്നുണ്ട് കണ്ണൻ. തുടർന്ന് മഹിയെയും അനന്തുവിനെയും ചേർത്ത് അവഹേളിച്ച് സംസാരിക്കുന്ന കരുണയ്ക്ക് അതേ നാണയത്തിൽ ചുട്ട മറുപടി തന്നെ ലേഖ കൊടുക്കുന്നുണ്ട്. തുടർന്ന് കരുണ അമ്മയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നു. ശേഷം നമ്മളെ മോശമായിട്ട് സംസാരിക്കുന്നവരോട് ഒന്നുകിൽ ചുട്ട മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ കരണടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടതെന്ന് ലേഖ മഹിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ അമ്മയെ പാട്ടിലാക്കി കേസ് പിൻവലിക്കാനാണ് വന്നത്. പക്ഷേ ഇത് അത്ര പെട്ടെന്ന് അഴിയുന്ന കുരുക്കല്ലെന്ന് അവൾ മനസ്സിലാക്കട്ടെ. ഇനിയും അമ്മയെ അവർക്ക് പന്ത് തട്ടി കളിക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല ലേഖ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്നുണ്ട് കരുണ. അമ്മയുടെ മുഖത്തെ അടി കൊണ്ട പാടും ചുണ്ട് പൊട്ടിയിരിക്കുന്നതും കവിളെല്ലാം വീങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ വല്ലാതാകുന്നുണ്ട് കരുണ. തുടർന്ന് അമ്മ മുത്തശ്ശിക്കും അച്ഛനുമെതിരെ പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിക്കണം. അമ്മയെ തല്ലിയതിന് പകരം എൻ്റെ അച്ഛനെ അവർ തല്ലിക്കഴിഞ്ഞു. മുത്തശ്ശിയെയും അവർ വെറുതെ വിട്ടില്ല. ഇനി കോടതി കയറ്റണോ, ജയിലിലേക്ക് പറഞ്ഞു വിടണോ? അമ്മ പരാതി പിൻവലിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ അച്ഛനെയും മുത്തശ്ശിയെയും വിട്ടയക്കും. ഇല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഇത്തവണ അമ്മ അച്ഛനോടും മുത്തശ്ശിയോടും ക്ഷമിക്കണം. അമ്മയ്ക്ക് പോലീസിൽ പരാതി കൊടുക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അമ്മയെ കൊണ്ട് ലക്ഷ്മിയും ആ അനന്തവും അയാളുടെ ഭാര്യയൊക്കെയാണ് ഇത് ചെയ്യിക്കുന്നത്. അമ്മയുടെ സ്വന്തം ഭർത്താവല്ലേ അച്ഛൻ. ഇത്തവണ അമ്മ എനിക്ക് വേണ്ടി അവരോട് ക്ഷമിക്കണം എന്നെല്ലാം വീണ്ടും കരുണ മോഹിനിയുടെ മുന്നിൽ കരഞ്ഞു പറയുന്നുണ്ട് കേട്ടോ. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം മോഹിനി പറയുന്നുണ്ട്, എനിക്ക് അവരെ കോടതി കയറ്റണമെന്നോ ജയിലിലേക്ക് പറഞ്ഞു വിടണമോ എന്നൊന്നുമില്ല. ലക്ഷ്മി മോളെ കാണാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതിൻ്റെ പേരിലാണ് മോളുടെ അച്ഛൻ എന്നെ തല്ലിച്ചതച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കുന്നവർ അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് മോഹിനി പറയുമ്പോൾ അമ്മ പറഞ്ഞ ലക്ഷ്മിക്ക് പിന്നെ എതിരഭിപ്രായം ഒന്നും ഉണ്ടാവില്ല. ഈ വയസ്സുകാലത്ത് അവർ രണ്ടുപേരെയും ജയിലിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അവർ ജയിലിലേക്ക് പോയാൽ ഞാനും എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് ഈ ജീവിതം അവസാനിപ്പിക്കുമെന്ന് കരുണയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാണ് കേട്ടോ മോഹിനി. ശരി, ഞാൻ ഏതായാലും ലക്ഷ്മി മോളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് അച്ഛനും മുത്തശ്ശിക്കും എതിരെ കൊടുത്ത പരാതി പിൻവലിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് മോള് വന്നത്. പക്ഷേ മോളുടെ സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ലെന്ന് തീർത്ത് പറഞ്ഞു. കരുണയുടെ അച്ഛൻ്റെ കാര്യം വിടാം, പക്ഷേ അമ്മയെ ഈ വയസ്സുകാലത്ത് ജയിലിൽ കിടത്തിയതിൻ്റെ പാപം നമ്മൾ തലയിൽ ചുമക്കണോ മോളെ എന്ന് മഹിയോടായിട്ട് മോഹിനി ചോദിക്കുമ്പോൾ അമ്മയെ തല്ലാൻ ഇവളുടെ അച്ഛനോട് പറഞ്ഞ് അമ്മയുടെ നിലവിളി ശബ്ദം കേട്ട് ആസ്വദിച്ചതല്ലേ ഇവളുടെ മുത്തശ്ശി. കുറച്ചു കാലം ജയിലിൽ കിടന്നില്ലെങ്കിലും അവർക്ക് മനസ്താപം ഉണ്ടാകട്ടെ എന്ന് മഹിയും മകനെയും കൊച്ചുമോളുടെയും ഉള്ളിൽ വിഷം കുത്തിവെച്ചാണ് അവർ വളർത്തിയത്. ഇവരിങ്ങനെ ആയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അവർക്കാണ് എന്ന് അനന്തവും പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഇതെല്ലാം കാറിൽ കിടന്നുകൊണ്ട് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ലേഖയും ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയുടെ മുഖത്ത് വീണിരിക്കുന്ന ഈ പാട് കണ്ടിട്ട് നിനക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ കരുണേ? നിന്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്നാണ് നിന്റെ അമ്മയെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തത് എന്നെല്ലാം ലേഖ ചോദിക്കുന്നുണ്ടെങ്കിലും കരുണയ്ക്ക് യാതൊരു മനസ്സിലവും തോന്നുന്നില്ല. തുടർന്ന് മഹി പറയുന്നുണ്ട്, അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കാനായിട്ട് അമ്മ തയ്യാറാകണമെങ്കിൽ നിന്റെ അച്ഛനും മുത്തശ്ശിയും അമ്മയുടെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് എസ് ഐ അറിയാം. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല കരുണേ. നേരെ സ്റ്റേഷനിൽ പോയി അതെന്താണെന്ന് എസ് ഐയോട് ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹി കരുണയെ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരുണ പോയതിന് ശേഷം കണ്ണനും വരുന്നുണ്ട്. കണ്ണേട്ടനെ അവൾ കാണാത്തത് ഭാഗ്യം എന്ന് മഹി പറയുമ്പോൾ നമ്മളിതൊക്കെ നേരത്തെ ചെയ്യണമായിരുന്നു മഹി. ഇത്രയും വലിയ തിരിച്ചടി താൻ അവർക്ക് നൽകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. തൻ്റെ ഈ പാവം പിടിച്ച അമ്മയെ തല്ലിച്ചതച്ചതിന് പ്രതാപനും അയാളുടെ മുത്തശ്ശിയും അനുഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ വീണ്ടും കരുണ സ്റ്റേഷനിൽ എത്തുന്നു. തുടർന്ന് അമ്മ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നും പക്ഷേ അമ്മയുടെ ചില ആവശ്യങ്ങൾ അച്ഛനും മുത്തശ്ശിയും അംഗീകരിക്കണമെന്നാണ് പറഞ്ഞത് എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. തുടർന്ന് പ്രതാപനെയും മുത്തശ്ശിയെയും അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ശേഷം കുട്ടിയുടെ അമ്മയ്ക്ക് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാനായിട്ട് അത് ഒരു മുദ്ര പേപ്പറിലായിട്ട് എഴുതി തന്നിട്ടുണ്ട്. 100% സമ്മതിച്ച് സൈൻ ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാനെന്ന് എസ് ഐ പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ കരുണയും മുത്തശ്ശിയും പ്രതാപനും. ദാ വായിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ആ മുദ്ര പേപ്പർ പ്രതാപൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് കണ്ണി തള്ളി പോകുന്നുണ്ട് കേട്ടോ പ്രതാപനെ. അതായത് മോഹിനിയുടെ പേരിൽ നിന്നും നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ പേരിലേക്ക് കൂടി എഴുതി വാങ്ങിയ ആ തറവാട് ഇനി മുതൽ മോഹിനിക്കും മോഹിനിയുടെ മൂത്ത മകളായ മഹാലക്ഷ്മിക്കുടെയും പേരിലേക്ക് എഴുതി കൊടുക്കണമെന്നും
പ്രതാപൻ്റെ അമ്മയ്ക്ക് ആ തറവാട്ടിൽ ഇനി യാതൊരു അവകാശവും ഉണ്ടാവില്ല എന്നും അവർ ഉടനെ തന്നെ ആ തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും മാത്രമല്ല മോഹിനിയുടെ ഒരു സ്വാതന്ത്ര്യത്തിലും ഭർത്താവായിട്ടുള്ള പ്രതാപൻ കൈകടത്താൻ പാടില്ല എന്നും അവരെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കേസ് വീണ്ടും നിലനിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മുദ്രപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല മൂത്ത മകളായ മഹാലക്ഷ്മിക്ക് അമ്മയെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും അവിടേക്ക് വരാനുള്ള അവകാശം ഉണ്ടാകുമെന്നും അതുമാത്രമല്ല മൂത്ത മകളായ മഹാലക്ഷ്മിക്കും മോഹിനിക്കും അറിയാവുന്ന ഒരു രഹസ്യം അത് മഹാലക്ഷ്മിയുടെ ഭർത്താവായ കണ്ണനോട് തുറന്നു പറയണം എന്നുള്ള ഒരു കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ച് ആ ആവശ്യങ്ങളെല്ലാം കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും കരുണയൊക്കെ. അങ്ങനെ പ്രതാപനാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ അതിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് മോഹിനിയുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് 100% സമ്മതിച്ച് മുദ്ര പേപ്പറിൽ ഒപ്പുവെക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മോഹിനിയുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് സ്വന്തമാക്കാം കരുതിയിരുന്ന പ്രതാപനാണെങ്കിൽ ഉള്ള സ്വത്തുക്കൾ കൂടി നഷ്ടമാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും ഒക്കെ നല്ല 8ന്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്